ഹായ് ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈവ് വാസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. മഹാകുംഭമേള അപ്പോൾ ജനുവരി 13 ആരംഭിച്ച മഹാകുംഭമേള ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനുവരി 13 ആരംഭിച്ച് ഫെബ്രുവരി 26 വരെയാണ് മഹാകുംഭമേള നടക്കുക. അതായത് 26-ാം തീയതിയാണ് മഹാകുംഭമേള അവസാനിക്കുന്നത്. അതായത് 45 ദിവസമാണ് ഇതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മഹാകുംഭമേള ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ, അതായത് അലഹബാദിൽ നടക്കുന്ന ഈ കുംഭമേള ലോകത്തിലെ ഏറ്റവും വലിയ മതസമ്മേളനമാണെന്ന് പറയാം. കാരണം കോടിക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുക ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കുവാനായിട്ട്. ഈ മഹാകുംഭമേള 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന എന്നൊരു പ്രത്യേകതയുമുണ്ട് മഹാകുംഭമേള. അതായത് 3 രീതിയിലാണ് കുംഭമേള. ഒന്ന് മഹാകുംഭമേള, അതായത് 144 വർഷത്തിലൊരിക്കൽ നടക്കുന്നു. അടുത്തത് കുംഭമേള 12 വർഷത്തിലൊരിക്കൽ നടക്കുന്നു. അടുത്തത് അർദ്ധകുംഭമേള 6 വർഷത്തിലൊരിക്കൽ നടക്കുന്നു. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേള, 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേള അർദ്ധകുംഭമേള എന്ന് പറയുന്നു. ഇതിനെല്ലാം വേദികളെന്ന് പറയുന്നത് പ്രയാഗ്രാജ്, അതോടൊപ്പം നാസിക്, ഹരിദ്വാർ, ഉജ്ജയിൻ എന്നിവയാണ് ഇതിൻ്റെയൊക്കെ വേദികളെന്ന് പറയുന്നത്. ഇപ്പം നടക്കുന്ന പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിലാണ്. അതായത് മഹാകുംഭമേള 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കുംഭമേളയിലാണ് ഇന്ന് തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർ മരിച്ചുവെന്നാണ് അവിടെ നിന്ന് റിപ്പോർട്ടുകൾ. ഔദ്യോഗികമായ കണക്കുകൾ ഉത്തർപ്രദേശ് സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. യോഗി ആദിത്യനാഥൊക്കെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ലെങ്കിലും വിവിധ മീഡിയകളിലൊക്കെ നോക്കുമ്പോൾ പലതരത്തിലുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത്, മരണസംഖ്യയൊക്കെ. പക്ഷേ അത് എത്രയാണെന്ന് ഉത്തർപ്രദേശ് സർക്കാർ ഇതുവരെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞെന്നാണ് നമ്മളുള്ള റിപ്പോർട്ടുകൾ വരുന്നത് പ്രയാഗ്രാജിൽ നിന്നും. ഏതായാലും കറക്റ്റായിട്ടുള്ള ഇത് കണക്ക് ഉത്തർപ്രദേശ് സർക്കാർ പുറത്തുവിട്ടില്ല എങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിക്കോട്ടെ, പ്രസിഡന്റ് ദ്രൗപദി മുർമു ആയിക്കോട്ടെ, എല്ലാവരും അവരുടേതായ, അതോടൊപ്പം അമിത്ഷാ ആയിക്കോട്ടെ, എല്ലാവരും അവരുടേതായ അനുശോചനവും കാര്യങ്ങളും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തി. ഏതായാലും മഹാകുംഭമേളയിൽ ആ തിക്കിലും തിരക്കിലും പെട്ടാണ് അപകടം നടന്നത്. അതായത് പുലർച്ചെ, അതായത് ബുധനാഴ്ച ജനുവരി 29 ബുധനാഴ്ച രാവിലെ 1 മണിക്കും 2 മണിക്കും ഇടയിലാണ് ഈ സംഭവം നടന്നതെന്നാണ് പറയുന്നത്. അതായത് ബാരിക്കേഡുകൾ ചാടിക്കടക്കാൻ ആളുകൾ ശ്രമിച്ചതിനെ തുടർന്നാണ് ഈ ഒരു സംഭവം നടന്നത്. അതോടൊപ്പം ഇന്ന് നടക്കാനിരുന്ന അമൃതസാൻ ഫസ്റ്റ് മുടങ്ങുകയും പിന്നീട് ഉച്ചയ്ക്ക് 2:30-ക്ക് ശേഷം അത് ആരംഭിക്കുകയും ചെയ്തു. അതായത് അഹോരകളുടെ പുണ്യ സ്നാനമെന്ന് പറയാം. ആ ഒരു സ്നാനം പിന്നീട് 2:30-ക്ക് ശേഷം അത് പുനരാരംഭിക്കുകയും ചെയ്തു. അപ്പോൾ പുലർച്ചെയായിരുന്നു ഈ ബാരിക്കേഡുകൾ ചാടിക്കടക്കുന്നതിനെ തുടർന്നുണ്ടായി അപകടം. പിന്നീട് അവിടെ നടന്ന തിക്കിലും തിരക്കിലും പെട്ടാണ് മരണസംഖ്യ. മരണസംഖ്യ കറക്റ്റ് എത്രയാണെന്ന് ഉത്തർപ്രദേശ് സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു മഹാകുംഭമേള. ഓൾറെഡി മഹാകുംഭമേളയിൽ ഒരു പെൺകുട്ടിയുടെ കാര്യം വൈറലായിരുന്നു. എല്ലാവരും അറിഞ്ഞു കാണും. ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വൈറലായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് ഇപ്പോൾ ഈ തിക്കിലും തിരക്കിലും പെട്ട് അടുത്ത കുംഭമേള ഇങ്ങനെ ഡെയിലി നമ്മുടെ ശ്രദ്ധയിലേക്ക് ഓരോ ന്യൂസുകളുമായിട്ട് ശ്രദ്ധയിലേക്ക് വരികയാണെന്ന് പറയാം. ഇപ്പോൾ ആദ്യം ആ പെൺകുട്ടിയുടെ കേസ്, ഇപ്പോൾ ഈ തിക്കിലും തിരക്കിലും പെട്ടുള്ള മരണങ്ങൾ. ഫെബ്രുവരി 26 വരെയാണ് മഹാകുംഭമേള നടക്കുക. 45 ദിവസമാണ് ഇതിന് ദൈർഘ്യമെന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.